ഇന്ന് 2026 ജനുവരി 26. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നിട്ട് 76 വർഷം തികയുന്ന സുദിനം. നമുക്ക് നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക്കാക്കിയ ഭരണഘടനയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണിത്. ഇതിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 12 പട്ടികകളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് പൂർത്തിയാക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. സവിശേഷമായ 6 അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. ജനകീയ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഫെഡറൽ സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയാണവ. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് മികച്ചവ സ്വീകരിച്ചും തള്ളേണ്ടവയെ തള്ളിക്കളഞ്ഞുമാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ എന്നിവ അമേരിക്കയിൽ നിന്നും, മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും, അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനായി അക്ഷീണം പ്രവർത്തിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പി എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1928 ഇന്ത്യ ആദ്യമായി ഒരു ഭരണഘടന നിർമ്മിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണത്തിന് ഒരു നിർമ്മാണ സഭ തന്നെ വേണം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് 1934 MN റോയ് ആണ്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യം ഔദ്യോഗികമായി ഉന്നയിച്ചു. 1940 ബ്രിട്ടീഷ് സർക്കാർ ഈ ആവശ്യം
തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് 1946 ഭരണഘടനാ രൂപീകരണ സഭ രൂപീകരിച്ചു. ഹിന്ദു, സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ, പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽ നിന്നായി 389 അംഗങ്ങൾ ഉൾപ്പെട്ട സഭയിൽ 15 വനിതകളും ഉണ്ടായിരുന്നു. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഇത് 299 അംഗങ്ങളായി കുറഞ്ഞു. 1946 ഡിസംബർ 9 സഭയുടെ ആദ്യ യോഗം നടന്നു. യോഗത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ യോഗത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റും HC മുഖർജി വൈസ് പ്രസിഡന്റുമായിരുന്നു. സർ BN റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേശകൻ. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും. എല്ലാ പൗരന്മാർക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കും. ആരാധനാ സ്വാതന്ത്ര്യവും തുല്യ അവസരങ്ങളും നൽകും എന്നിവയായിരുന്നു ഭരണഘടനയുടെ പ്രധാന തത്വങ്ങൾ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഇത് സഭയിൽ പ്രമേയമായി അവതരിപ്പിച്ചു. ഈ പ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ ഏറ്റവും അർത്ഥഗർഭവും കാവ്യാത്മകവുമായ ഭാഗം അതിൻ്റെ ആമുഖമാണ്. 1947 ഓഗസ്റ്റ് 29 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായി ഒരു കരട് സമിതി രൂപീകരിച്ചു. 1948 ഫെബ്രുവരിയിൽ ഭരണഘടനയുടെ ആദ്യ കരട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിൽ 7000-ലധികം ഭേദഗതികൾ ചർച്ച ചെയ്യപ്പെട്ടു. അന്തിമ കരട് 1948 നവംബർ 4 അവതരിപ്പിച്ചു. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. അന്നു മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി അറിയപ്പെടാൻ തുടങ്ങി. 1930 പൂർണ്ണ സ്വരാജിൻ്റെ ഓർമ്മ നിലനിർത്താനായി ഭരണഘടന നിലവിൽ വന്ന ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആദരിക്കപ്പെടാനും തുടങ്ങി. 106 തവണ ഭേദഗതികൾ വരുത്തിയ നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ 25 ഭാഗങ്ങളും 470-ലധികം വകുപ്പുകളും 12 ഷെഡ്യൂളുകളും ഉണ്ട്. ഭരണഘടന ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൈപ്പടയിൽ എഴുതിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. നന്ദലാൽ ബോസിൻ്റെ നേതൃത്വത്തിൽ ശാന്തിനികേതനിലെ കലാകാരന്മാരാണ് ഓരോ പേജും മനോഹരമായി അലങ്കരിച്ചത്. 1000 വർഷത്തെ ആയുസ്സുള്ള 16x22 ഇഞ്ച് വലിപ്പമുള്ള കടലാസ് ഷീറ്റുകളാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. 251 പേജുകളും 3.7 കിലോഗ്രാം ഭാരവും കൈയെഴുത്ത് പ്രതിക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ എല്ലാ നിയമങ്ങളുടെയും ഉറവിടമാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് അത് ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടന കേവലം ഒരു നിയമരേഖയല്ല, അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും വ്യക്തിത്വമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാതാക്കളുടെ കഠിനാധ്വാനത്തെ നമുക്ക് ആദരിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കൈകോർക്കാം. ജയ് ഹിന്ദ്. जनगण मन अधिनायक जय हे भारत भाग्य विधाता।